നമ്മളൊരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു 2025 എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റം വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഭയങ്കര തുടക്കമായിട്ട് ഞാനൊരു ബുക്ക് ഓർഡർ ചെയ്തതാണ്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നമുക്ക് പൊട്ടിച്ചിട്ട് കാണിച്ചു പൊട്ടിക്കാണേ. അൺബോക്സിങ്. ഇത് ഞാൻ ഓർഡർ ചെയ്ത ബുക്ക് തന്നെ ആയിരിക്കുമോ? ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും, പ്രതീക്ഷിക്കാത്ത മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ബുക്ക്. ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും എനിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ ശരിയാവില്ലല്ലോ. ഇത് പിടിച്ച മോളെ കളഞ്ഞു. അപ്പോൾ ജെയിംസ് ക്ലിയറിൻ്റെ ആണ് ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. സോ ഇതാരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഓവർ 10 million കോപ്പീസ് സോൾഡ്. ഇതിൻ്റെ റേറ്റ് എത്രയെന്നറിയോ? 750 ആണ് ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത്. വെറും 150ക്കാണ് എനിക്കിത് കിട്ടിയത്. 750 ഒക്കെ ആണെങ്കിൽ ഞാൻ നോക്കില്ലായിരുന്നു. 150ക്കൊക്കെ ചേഞ്ച് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും മേടിക്കും. അപ്പം ഞാൻ ഇന്ന് മുതൽ ഇത് വായിക്കും. എന്നിട്ട് ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട്? ഇന്നിപ്പോൾ 2-ാം തീയതി ആയില്ല. ഒരു 10-28 ദിവസം കൊണ്ട് നല്ല മാറ്റം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തീയലല്ല. ഞാൻ അതിൽ മുരിങ്ങാക്കോലും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഉള്ളിത്തീയൽ മാത്രമായി കഴിഞ്ഞാൽ അതിനകത്തൊരു രസമല്ല. അപ്പോൾ ഞാൻ മുരിങ്ങാക്കോലും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ തീയൽ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, തീയൽ നമ്മൾ ചെമ്മീൻ വെച്ചിട്ടൊക്കെ തീയൽ ഉണ്ടാക്കട്ടെ, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ചെമ്മീൻ അവൈലബിൾ അല്ല. സോ നമുക്കൊരു തീയൽ ഉണ്ടാക്കാം. തീയൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. തീയൽ ട്രിവാൻഡ്രം സ്പെഷ്യലാണ് കേട്ടോ. തിരുവനന്തപുരത്തുകാരുടെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറിയാണ് തീയൽ. നല്ലൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഈ മലബാർ സൈഡിലോട്ട് അതില്ല. അപ്പോൾ പിന്നെ പാലക്കാടുണ്ട് ഈ വറുത്തരച്ച സാമ്പാർ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഒരു സാമ്യമുള്ളതാണ്. വറുത്തരച്ച സാമ്പാറാവില്ല, എന്നാലും വറുത്തരച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ആ റെസിപ്പിയാണ്. ഉച്ചയ്ക്ക് നല്ല തീയലും ഫിഷ് ഫ്രൈയും ചോറും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം കുറേ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു അരക്കപ്പെങ്കിലും അരിഞ്ഞുണ്ടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു കപ്പ് ഉള്ളിത്തീയലാണെങ്കിൽ കുറച്ചും കൂടി ഉള്ളി വേണം. പക്ഷേ ഞാൻ മുരിങ്ങാക്കോലും കൂടി ഇടുന്നതുകൊണ്ട് അത്ര വേണ്ട. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മളിതേ ഉള്ളിയെല്ലാം വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കറക്റ്റ് ഒരേ നീളത്തിൽ നമുക്കിത് മുറിച്ചെടുക്കണം കേട്ടോ. അതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മുമ്പ് പുളി നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചോ കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, വാളംപുളി വേണം എടുക്കാൻ. അത് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടിയെടുത്താൽ മതി. കറക്റ്റ് നമുക്ക് ആ കറി വെക്കാൻ സമയമാകുമ്പോഴേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പാകത്തിന് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്കൊരു അരമുറി തേങ്ങ വേണം. തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടേ ജസ്റ്റ് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഇത് വറുക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളിതേ ഉള്ളി കറക്റ്റ് നീളത്തിൽ തന്നെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വല്ലാണ്ട് ചെറുതായി പോകരുത് കേട്ടോ, ശ്രദ്ധിച്ചോണം. പിന്നെ അത് തേങ്ങയും നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് അരിഞ്ഞു പോകരുത്, അതും ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്തിട്ട് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറേ ടൈം എടുത്തിട്ട് സാവധാനം വറുത്തെടുക്കണം. കരിഞ്ഞു പോവരുത്, അതുപോലെ തേങ്ങ മൂക്കാണ്ടും ആയി പോവരുത്. അപ്പോൾ അത്യാവശ്യം സമയമെടുത്ത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നല്ല ക്ഷമയോടുകൂടി നമ്മൾ വറുത്തെടുത്താലേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ കുറേശ്ശെ നിറം മാറി വരുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിം ഇങ്ങനെ കീപ്പ് ചെയ്തിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിം വയ്ക്കരുത്, കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് അപ്പാടെ മാറുമല്ലോ. പിന്നെ നമ്മൾ ആ കറി ഉണ്ടാക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഈ ഒരു വറവും പിന്നെ ഇത് അരച്ചെടുക്കുന്ന രീതിയൊക്കെയാണ് ഈ കറിക്കുള്ള ഏറ്റവും ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. ഇനിയിപ്പോൾ ഇതേ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും
2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ആ ഒരു ചൂടിൽ വറുത്തെടുക്കണം. അപ്പോൾ ചൂട് ഒട്ടും പോവരുത്. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയും വേണം. തണുത്ത ശേഷം മാത്രമേ നമുക്കിത് അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഇത് ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് ചെറിയ ജാറുണ്ടല്ലോ, മിക്സിയുടെ ചെറിയ ജാർ എടുത്താൽ മതി. അതിനകത്തോട്ട് ഇത് മാറ്റി കൊടുത്തിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. വെള്ളം ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറങ്ങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുത്, വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ട്രിപ്പ് ഇത് നന്നായിട്ട് അരച്ചിട്ട് അതെടുത്തിട്ട് പിന്നെ ഇളക്കി കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വീണ്ടും അരയ്ക്കണം. അങ്ങനെ വേണത് ചെയ്യാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ ഒരു ഓയിൽ കണ്ടൻറ്റ് വരും, നമുക്ക് ഈ തേങ്ങയുടെ കറക്റ്റ് എണ്ണ ഇറങ്ങി വരും. അപ്പോൾ കണ്ടോ, ഇത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ 2ാം പ്രാവശ്യം അരച്ചതാണ്. ഇങ്ങനെ കൂടുതൽ അതിൽ നിന്ന് തന്നെ ഒരു ഓയിൽ വന്ന് ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് പേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ടാവും കേട്ടോ, അരിഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഈ രീതി തന്നെ നോക്കിയാൽ മതി. കണ്ടോ, ഇപ്പോൾ 3ാം പ്രാവശ്യവും നമ്മളിത് അരച്ച് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ കളറൊന്നും മാറില്ല, എന്നാലാണ് ആ തീയലിൻ്റെ കളർ അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ ഇതേപോലെ ഒരു പേസ്റ്റായിട്ടാണ് കിട്ടുക. ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതാണ് തീയലിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് തരുന്നൊരു സംഭവം. വെള്ളം കൂട്ടാതെ അരച്ചെടുക്കണം. ആ ഓയിലിൽ തന്നെ ഇത് അരിഞ്ഞ് കിട്ടണം. അത് മാത്രമല്ല, ഇതിലിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ സിമ്പിളായിട്ടൊരു തീയലെന്ന് പറയാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കുകയാണ്. മുരിങ്ങക്കോലും പിന്നെ ഒരു 4 പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ ഇനി നമ്മൾ പാചകത്തിലോട്ട് കിടക്കാൻ പോകണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കണ്ടേ, തീയൽ ഉണ്ടാക്കണ്ടേ. ഇവിടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയാണ് പരിപാടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച അതേ പാൻ തന്നെ എടുത്ത് അടുപ്പത്തോട്ട് വെക്കുന്നു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നു. പിന്നെ കടുക് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് പിന്നെ വല്ലാണ്ട് വഴണ്ട് വരണ്ട അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതേ ഉള്ളി ചേർത്ത് പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു. 4 പച്ചമുളക് ഞാൻ നേരത്തെ അവിടെ കീറി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ഉപ്പ് പാകത്തിന് ഉപ്പും ഈ സമയത്ത് തന്നെ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആദ്യം ഈ മസാല ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇതിലൊന്ന് പിടിച്ച ശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചിട്ട് വേണം നമുക്ക് മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഏകദേശം മുരിങ്ങാക്കോലും ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ച പേസ്റ്റും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണോ എന്ന് വെച്ചാൽ സിമ്പിളാണ്, പക്ഷെ പണിയുണ്ടോ എന്ന് വെച്ചാൽ പണിയുണ്ട്. അതാണ് നമ്മുടെ ഉള്ളിത്തീയൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ പറയണം. അപ്പോൾ ഞാൻ മുരിങ്ങാക്കോലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കുറച്ചൊന്ന് തിളച്ച് വന്നിട്ട് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ തീയൽ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ മിക്കവാറും മലബാർ സൈഡിലുള്ളവരായിരിക്കും. ചിലപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ടും ഇതൊക്കെ എല്ലാവരും ചെയ്തതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടാവും. തീയലൊന്നും ഇപ്പോൾ ഒരു നാട്ടിലെയും രുചികളും എവിടെയും അന്യമല്ല എന്നുള്ള രീതിയിലായിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും ഇനിയിപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ മസാലയും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി ഒഴിച്ച് സെറ്റാക്കി. ഇപ്പോൾ ഒരു ലൂസായിട്ടല്ലേ നിൽക്കുന്നത്, ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം. പിന്നെ ഈ സമയം ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇത്രയേ ഉള്ളൂ. ഫൈനലി നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഒന്ന് കുറുകിയിട്ടൊക്കെ ഉണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഈ സമയം തന്നെ നമുക്ക് ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല കേരയാണ് കിട്ടിയിട്ടുള്ളത്. എന്താ പറയുക, കേര
അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ചൂര എന്ന് പറയും ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രം സ്പെഷ്യൽ ആയതുകൊണ്ട് ചൂര ഫ്രൈയും പിന്നെ തീയലും ഒക്കെയാണ് നമുക്കിന്ന്. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉള്ളിത്തീയലും ഫിഷ് ഫ്രൈയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം. അതിന് സെർവ് ചെയ്തതും കൂടെ കാണിക്കാൻ ഞാൻ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതേ ഈ നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്ക് തീയലൊഴിച്ച് കൊടുത്തിട്ട് ഫിഷ് ഫ്രൈയും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ എൻ്റെ സാറേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ എന്നും പറയുന്നതാണ്, ആരും മറന്നു പോകരുത് കേട്ടോ. ഇനി പറയും ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഉള്ളിത്തീയൽ, നല്ല രസമുണ്ട്, അടിപൊളി ടേസ്റ്റ് അല്ലേ? ഞാൻ കറി ഫുള്ള് കൂട്ട്, എരിവില്ല. ആ കറിയുടെ കളർ കണ്ടിട്ട് എരിവുള്ള പോലെ തോന്നുക. നല്ല അടിപൊളി കറിയാ. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. എരിവില്ലല്ലോ, എന്താ അറിയാ, ഉള്ളിയുടെ മധുരമുള്ളൂ നമുക്ക് എരിയാതെ. കണ്ണ് കാണിച്ചാ, കണ്ണ് കാണിക്കേ. അതുകൊണ്ടാട്ടോ സ്കൂളിൽ പോകാത്ത, കാണിക്കേ. എന്നിട്ട് നാളെ ട്രിപ്പാണ്. എവിടേക്കാന്നറിയോ? മൂന്നാറൊക്കെ സ്കൂൾ ട്രിപ്പാണ്. അപ്പൊ അവൻ പോണില്ല കേട്ടോ സ്കൂൾ ട്രിപ്പ്. ഞാൻ പോവില്ല.